Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Strategic Management of BBA S6 under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are going to discuss a new subject, that is strategic management. So before moving to the subject, first we can to discuss the syllabus of strategic management. So first we can go through the strategic management. That is the term strategic management or business policy or a corporate strategy or a corporate plan. So these terms are used interchangeably, that is business policy, strategic management, corporate strategy or a corporate planning, often used interchangeably. So what is strategic management? So it means that it refers to those set of perspective management measures taken with a view to ensuring the survival and success of an enterprise in a competitive environment. So once again, strategic management or business policy or a corporate strategy or a corporate plan refers to those set of perspective management measures taken with a view to ensuring the survival and success of an enterprise in a competitive environment. ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതിനെ നമ്മൾ പല പേരിൽ അറിയപ്പെടും അല്ലേ? ഒരു ബിസിനസ് പോളിസി എന്നും കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്നും കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും സക്സസ്സിനും, അതായത് ഒരു കോമ്പീറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ വളർച്ചയ്ക്കും അത്യാവശ്യ ഘടകം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓർ വി ക്യാൻ സീസ് ദാറ്റ് ഇറ്റ് ഈസ് കൺസേൺ അബൌട്ട് ദി long term development of an organization with a clear vision about the organizational purpose, scope of activities and objectives. അല്ലേ? അപ്പം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ക്ലിയർ വിഷനോട് കൂടി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പർപ്പസ്, സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റി, ഒബ്ജക്റ്റീവ്സ്, ഇതനുസരിച്ച് ലോങ് ടേം ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ക്ലിയർ വിത്ത് ദ ടേം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വി ക്യാൻ സീ ദി ഡീറ്റെയിൽസ് ഓഫ് സിലബസ്. So it is a core paper, that is strategic management BM 1643, and the number of credit is 4. Number of instruction hours is 5 per week. ഇല്ലേ? അപ്പോൾ ആഴ്ചയിൽ 5 അവർ അല്ലേ? ഓരോ ദിവസം എല്ലാ ദിവസവും അവേഴ്സ് ഉള്ള ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഈ കോഴ്സ് ഒബ്ജക്റ്റീവ്സ് ടു ക്രിയേറ്റ് എ കോൺസെപ്ച്വൽ അവയർനെസ് ഓഫ് വേരിയസ് സ്ട്രാറ്റജീസ് ആൻഡ് ഇറ്റ്സ് ഫോർമുലേഷൻ ഫോർ സ്ട്രാറ്റജിക് ബിസിനസ് അഡ്വാൻറ്റേജ്. ഇല്ലേ? അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? അപ്പോൾ ഒരു ഓർഗനൈസേഷൻസിനകത്ത് എന്താണ്, ഓർഗനൈസേഷനിൽ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ചെറിയ അവയർനെസ് ആണ് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് മൊഡ്യൂളിലേക്ക് കിടക്കാം. എല്ലാ സബ്ജക്ട്സിനും ഉള്ളപോലെ തന്നെ വി ഹാവ് ടു കവർ 5 modules in this subject. So the first module cover what is strategic management, concept of strategy, meaning, definition, then features of strategic management, synergy, dynergy, and the strategic management process. 20 അവേഴ്സിനകത്താണ് അവർ പറയുന്നത് യൂണിവേഴ്സിറ്റി. കാരണം ഈ 20 അവേഴ്സ്, ഓരോ മൊഡ്യൂളിനും അവർ അവേഴ്സ് പറയുന്നത് എന്താണ്? 90 വർക്കിംഗ് ഡേയ്സ് എന്നൊരു കണക്കൂട്ടലാണ്. അപ്പം ചിലപ്പോഴൊന്നും നമുക്ക് അത്രയും കിട്ടാറില്ല. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് മിസ് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും മിസ് അടുത്ത ക്ലാസ്സുകളിലൊക്കെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയുക. അപ്പോൾ ആ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ സ്ട്രാറ്റജി എന്താണെന്ന് അറിയണം, അല്ലേ? അതിൻ്റെ കോൺസെപ്റ്റ് അറിയണം, അല്ലെങ്കിൽ സ്ട്രാറ്റജി തന്ത്രം എന്താണെന്ന് അറിയുക, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ. അതിനുശേഷമാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ പഠിക്കുന്നത്. ഞാൻ അതിനുശേഷം നമ്മൾ സിനർജി, നിങ്ങൾ എത്തിക്സിൽ സിനർജി പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ദിനർജി. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അങ്ങനെ കുറച്ച് പോർഷൻസ് ചേരുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഒരു ചെറിയ മൊഡ്യൂളാണ്. ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഹൈറാർക്കി ഓഫ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, വിഷൻ, മിഷൻ, ദെൻ ബിസിനസ് ഡെഫിനിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, എൻവയോൺമെൻറ്റൽ അപ്രൈസൽ, ഓർഗനൈസേഷണൽ അപ്രൈസൽ, ദെൻ SWOT, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്.
അപ്പോൾ മൊഡ്യൂൾ 2-ലും പറയുന്നത് എന്താണ്, ഒരു സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അതിനകത്ത് കമ്പനിയുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, രണ്ടും നമ്മളുടെ വ്യത്യാസങ്ങൾ നമ്മളിവിടെ പഠിക്കും. ഇനി ഒരു ബിസിനസ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോൾസ്, പിന്നെ അവിടെ ഒബ്ജക്റ്റീവ്സ്, ഇനി ഒരു എൻവയൺമെൻറ്റൽ അപ്രൈസൽ എങ്ങനെ, ഒരു ഓർഗനൈസേഷൻ്റെ അപ്രൈസൽ, പിന്നെ നമ്മൾ SWOT പഠിച്ചിട്ടുണ്ട് അല്ലേ, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ്, പിന്നെ അതുപോലെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഇത്രയും പോർഷൻസ് കവർ ചെയ്യുന്നതാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 മൊഡ്യൂൾസ് നിങ്ങൾ ക്ലിയർ ആയല്ലോ. ആൻഡ് തേർഡ് മൊഡ്യൂൾ കവേഴ്സ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്റ്റെബിലിറ്റി, ഗ്രോത്ത് സ്ട്രാറ്റജീസ്, ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, ടേൺ അറൗണ്ട്, ഡിസ്ബഴ്സ്മെൻറ്റ്, liquidation, functional, operational strategies, SBUs, gap analysis, BCG metrics. അപ്പോൾ ഈ തേർഡ് മൊഡ്യൂളിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. കൺഫ്യൂഷൻ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, പക്ഷേ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും. അത് കുഴഞ്ഞു കിടക്കുകയാണ്. അതായത് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെയാണ് അവരവിടെ ഡിവൈഡ് ചെയ്ത് പല രീതിയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ പലതരം മെട്രിക്സുകൾ അവരവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് മിസ് തേർഡ് മൊഡ്യൂൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് നല്ല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസിലാണ് സ്റ്റെബിലിറ്റി, ഒരു ഓർഗനൈസേഷൻ്റെ തന്ത്രമാണ് സ്ഥാപനം നിലനിർത്താൻ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഉപയോഗിക്കുക, വളർച്ചയ്ക്ക് ഗ്രോത്ത് സ്ട്രാറ്റജി ഉപയോഗിക്കും, പിന്നെ കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്യും, അതുപോലെ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി, ഡിവിസ്മെൻറ്റ് സ്ട്രാറ്റജി, പിന്നെ കമ്പനിയുടെ ലിക്വിഡേഷൻ, പിന്നെ ഫങ്ഷണൽ, അതുപോലെ ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ്, അങ്ങനെ പലതായിട്ട് അവർ ഡിവൈഡ് ചെയ്യും. അപ്പം കമ്പനിയുടെ ഓരോ സ്റ്റേജസിലും അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെയാണ് ഇവിടെ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ് ആണ്, അതിനെയാണ് SBU എന്ന് പറയുന്നത്. പിന്നെ ചില മെട്രിക്സുകളാണ് അവിടെ, ഗ്യാപ്പ് അനാലിസിസ് ഉണ്ട്, BCG മെട്രിക്സ്. ഇനി BCG മെട്രിക്സ് കൂടാതെ വേറെയും ചില മെട്രിക്സുകളുണ്ട്, അതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കും. അപ്പം മൊഡ്യൂൾ 3 ആണ് ആ പോർഷൻ. ഇനി മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, സ്ട്രാറ്റജിക് അലയൻസ്, സ്ട്രാറ്റജി ആൻഡ് ലീഡർഷിപ്പ്, ദെൻ ബിഹേവിയറൽ ആസ്പെക്ട്, സ്ട്രക്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി. അപ്പോൾ ഈ 3ഉം 4ഉം എന്ന് പറയുന്ന ഒരു ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ 3, 4, 5 എന്ന് പറയുന്നത് മിക്സ് ചെയ്ത് കിടക്കുന്നൊരു ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ സിലബസിന് മുമ്പ് വരുന്ന സിലബസിനകത്ത് ശരിക്കും ഇത് മിക്സപ്പ് ചെയ്ത് കിടന്നിരുന്നതായിരുന്നു. അപ്പോൾ ഇതിനെ അവർ റിവൈസ് ചെയ്ത സമയത്തൊന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പം 3, 4, 5 എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂവേഷൻ മൊഡ്യൂൾസാണ്. അത് പഠിപ്പിക്കുന്ന സമയത്ത് മിസ് പറഞ്ഞു തരും. അപ്പോൾ മൊഡ്യൂൾ 4-ൽ പറയുന്നത് എന്താണ്, ഇനി നമ്മൾ കണ്ടെത്തിയ സ്ട്രാറ്റജീസ് അല്ലെ, പലതരം ഗ്രോത്ത് സ്ട്രാറ്റജി, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ എന്താണ്, കമ്പനി മെർജ് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, സ്ട്രാറ്റജിക് അലയൻസസ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്ട്രാറ്റജീസിൻ്റെ ഈ പറഞ്ഞ സ്ട്രാറ്റജീസിൻ്റെ എല്ലാം സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, അതാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഈ മൊഡ്യൂൾ 5-ൽ പറയുന്നത് സ്ട്രാറ്റജിക് കൺട്രോൾ അല്ലെങ്കിൽ ഓപ്പറേഷണൽ കൺട്രോൾ, ടൂൾസ് ആൻഡ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഓഫ് MNC എന്ന് പറയാം. അപ്പോൾ മൊഡ്യൂൾ 5-ൽ നമ്മൾ പറയുന്നത് എന്താണ്, ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ ഇവർ എന്തെല്ലാം ടൂൾസും ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് MNCs അല്ലേ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്, കമ്പനീസ് ഉപയോഗിക്കുന്ന പലതരം തന്ത്രങ്ങളാണ് സ്ട്രാറ്റജീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കോൺസെപ്ച്വൽ അവയർനെസ് ആണ് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ എഴുതി പോകാനൊന്നും പറ്റത്തില്ല ഈ സബ്ജക്റ്റ്. അപ്പം നല്ലപോലെ വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ, എന്നാൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറുമാണ്. ഈ ബുക്സ് യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അസർ കാസിം, ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ദെൻ എന്താണ് നാഗ് എ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അനാലിസിസ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, പിന്നെ ശ്രീവത്സൻ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ചന്ദ്രശേഖർ N, അങ്ങനെയുള്ള 4 ഓതേഴ്സിനെയാണ് യൂണിവേഴ്സിറ്റി റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു ടെക്സ്റ്റാണ് ഫ്രാൻസിസ് ചെറുനില. മിസ് അത് വെച്ചാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ചെറുനില എന്ന് പറയുന്നത് ഹിമാലയ പബ്ലിക്കേഷൻസിൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫ്രാൻസിസ് ചെറുനില എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് നമുക്ക് അതിനകത്ത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് വരുന്നുണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഗോവിന്ദ് ഭട്ട അല്ലെങ്കിൽ ഹരികുമാറിൻ്റെ ഹിമാലയ പബ്ലിക്കേഷൻസ് ഇറക്കുന്ന സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, അതും നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും പോർഷൻസ്. അപ്പം ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സിലബസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പം അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പം ഈ സിലബസ് എല്ലാവരും നല്ലപോലെ നോട്ടിലോട്ട് എഴുതി ഇതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തിയിരിക്കണം. സോ ക്ലിയർ വിത്ത് ദി പോർഷൻസ്. സോ പ്രിപ്പയർ വെൽ, സ്റ്റഡി വെൽ. താങ്ക് യു.